അപ്പം ഞാൻ വിചാരിച്ചു ഓടാൻ പറ്റുന്നവരാവട്ടെ, നമ്മളെന്നും ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതേ ഞാൻ ആക്ച്വലി ഒരു 1.5 വർഷത്തിന് വേണ്ടി, അതായത് 2023 മാർച്ച് 15 ഗോവിന്ദൻ മാഷിൻ്റെ ജാഥയുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പോകണമെന്ന് വെച്ചിട്ട് വേഗം ഒരു ഓട്ടോ വിളിച്ച് പോയപ്പോൾ ഈ കച്ചേരി ബുക്കിലെ ഒരു സ്പീഡ് ബ്രേക്കർ ഉണ്ടല്ലോ, അതിൽ അയാളൊന്നും ചവിട്ടിയില്ല. അപ്പോൾ അങ്ങനെ അതിലങ്ങ് തെറിച്ചിട്ട് നടുവിടിച്ച പോലെ അങ്ങ് ഇരുന്ന് പോയി. ഭയങ്കര പെയിനായിപ്പോയി അന്നേരം. അതൊരു വലിയ വിഷയമായി. എനിക്ക് നടക്കാൻ തന്നെ പോയി. അതിന് മുമ്പ് ഒരു 3 വർഷം മുമ്പ് കാല് പ്രശ്നമായിരുന്നു. ഇലക്ഷൻ ടൈമിൽ ആ സിവിൽ സ്റ്റേഷനിൽ മാർച്ച് മാസത്തിൽ ഇറങ്ങിയപ്പോൾ സ്ലിപ്പ് ചെയ്ത് ആ വേദന ഇങ്ങനെ കുറേ കുറഞ്ഞിരുന്ന സമയത്തായിരുന്നു ഇത്. ഇതുകൂടായപ്പോൾ കാലുവേദനയും ഡബിളായി, ഒട്ടും നടക്കാൻ വയ്യാത്തൊരവസ്ഥയായി. അപ്പം ഞാൻ സത്യത്തിൽ മാഷ് വന്ന യോഗത്തിൽ ആ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ സുദേവസഹാവിൻ്റെ ഒരു മെയിൽ എഴുതി, വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചു. എനിക്ക് പേഴ്സണലായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നുകൊണ്ട് എനിക്ക് ഇത്തിരി അവധി വേണം. ഇതാതൊന്നും പറഞ്ഞില്ല, വേദന സഹിച്ചവിടെ ഇരിക്കുമോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുറേ നാളുകൊണ്ട് പാർട്ടിയിൽ അവധി കൊടുത്ത് അന്നതിന് ശേഷം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതിവേദനയാണ്. അപ്പോൾ പലതരത്തിൽ അലോപ്പതി ആയുർവേദം ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അവധിയും പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ സമ്മേളനം വന്ന് ഞാൻ കമ്മിറ്റിക്കൊന്നും പോകാറില്ല, എനിക്ക് പറ്റുന്നില്ല. നേതാക്കളൊക്കെ വിളിക്കുമായിരുന്നു. അന്നേരം എൻ്റെ കണ്ടീഷൻ അറിയാം അവർക്ക്. വന്നായിരുന്നു ഇവിടെ ബാലവത്സവം വന്നപ്പോഴും അറിയാം കാലും നല്ല വേദനയാണ്. അത് അങ്ങനെയായി അവസാനം ഇപ്പോൾ വർക്കലയിൽ ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിലാണ് എനിക്ക് നല്ലോണം കാല് ചവിട്ടി നിൽക്കാറായത്. ഇതുകൊണ്ട് ഇപ്പോൾ എന്നോട് ഇത് കമ്മിറ്റിക്ക് സമ്മേളനത്തിൽ ചെല്ലാൻ നേതാക്കൾ വിളിച്ചിരുന്നു. ജില്ലാ സെക്രട്ടറിയും ബാലവത്സവവും രാജവത്സവമൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു, ചുമ്മാ ഒരു ഷോ, ഞാൻ സത്യം അങ്ങ് പറഞ്ഞു. എന്ന് വെച്ചാൽ വെറുതെ ഒരു ഷോയ്ക്ക് ഞാൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്, എനിക്ക് ഒത്തിരി നാളുകൊണ്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇനി ഓടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഓട്ടോറിക്ഷ അതുപോലുള്ളതൊക്കെ ഇപ്പോൾ കൊച്ചു ദൂരം പോകണമെങ്കിൽ പെട്ടെന്ന് എനിക്കൊരു ഡ്രൈവറെ വിളിച്ച് വരുത്തി അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓടാൻ പറ്റുന്നവരാവട്ടെ, നമ്മളെന്നും ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ പോകാത്തൊരാൾ സ്ഥിരം അങ്ങനെ ഇത്രയും നാളും ഒഴിവാക്കിയില്ല. അപ്പോൾ അതൊരു സ്വാഭാവിക നടപടിയാണ്. അല്ലാതെ ഞാൻ ഒരുപാട് വർഷമായില്ലേ, 91 മുതൽ ഈ പാർട്ടിയിലും നല്ലോണം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന 2000 വരെ ഫുൾ ടൈം. അപ്പോഴും ഞാൻ ഒക്കുന്ന സമയമൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഇതിൻ്റെ കൂടെ പാർട്ടി പ്രവർത്തനമൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ഒരു വഴിത്തിരിവ് വന്നെത്തിയതാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് ഈ പുതിയ ആൾക്കാരും വരട്ടെ, എനിക്ക് ഇത്രയും പ്രയാസമായിട്ട് ഞാൻ പിന്നെയും പറഞ്ഞാൽ കേൾക്കാതെ പോയി കഴിഞ്ഞാൽ വീണ് പോയാൽ പാടാം. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് പറ്റുന്നില്ലാത്തതുകൊണ്ടാണ്, വെറുതെ ഒരു ഷോ കാണിക്കും. ഞാൻ സമ്മേളനത്തിന് മാത്രം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അത്ര എല്ലാ സ്ഥലത്തും പോകേണ്ടത്. ഒരു ജില്ലാ കമ്മിറ്റി അംഗം അപ്പോൾ ഒത്തിരി ഞാൻ അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന 2 വർഷം. ഇത് ഈ 2 വർഷമായിട്ട് നല്ലപോലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതല്ല. അപ്പം അങ്ങനെ പറ്റാത്ത കാര്യം പിന്നെ ഏറ്റുപിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വരുന്നില്ല. നേതാക്കളൊക്കെ എന്നോട് വരാൻ ഞാൻ പറഞ്ഞു ഒരു ഷോയ്ക്കായിട്ട് വെറുതെ വരുന്നില്ല, എനിക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞായിരുന്നു. അവർക്കും അറിയാം എനിക്ക് വയ്യായിരുന്നെന്നും ഓരോ സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റാണെന്നും ഒക്കെ അറിയാം. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ പോകാത്തൊരാൾ സ്ഥിരം അങ്ങനെ ഇത്രയും നാളും ഒഴിവാക്കിയില്ല. അപ്പോൾ അതൊരു സ്വാഭാവിക നടപടിയാണ്. അല്ലാതെ അതേപോലെ യാത്ര ചെയ്തെനിക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പണിയാവും. അത്രയും ഒരു പരിക്കൊക്കെ പറ്റിയത് കൊണ്ടാണ്, ഓട്ടത്തിനിടയിൽ കിട്ടിയ പരിക്കാത്.